ഒരാഴ്ചക്കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. സ്വന്തം സഹപാഠിയാൽ കൊല ചെയ്യപ്പെട്ട 14-കാരിയായ ദളിത് പെൺകുട്ടിയുടെ മരണവും ബഹിരാകാശ യാത്രികരിൽ ഒരാളുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് സ്പേസ് എക്സിന്റെ ക്രൂ 11 ദൗത്യ സംഘം കാലിഫോർണിയ തീരത്ത് ദൗത്യം വെട്ടിച്ചുരുക്കി മടങ്ങിയെത്തിയതും കേരളത്തിൽ ആദ്യമായി ഒരു പൊതുവിമാന സർവീസ് അവയവ കൈമാറ്റത്തിനായി ഉപയോഗിച്ചതും UDF-ലേക്ക് കേരള കോൺഗ്രസ് എം ഇല്ലെന്നും അത്തരത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ജോസ് കെ മാണി MP പറഞ്ഞതുമാണ് ഈ ആഴ്ചയിലെ സംഭവവികാസങ്ങൾ. കേരളത്തിന്റെ മനസാക്ഷിയെ മരവിപ്പിച്ച മറ്റൊരു ദാരുണ സംഭവത്തിനാണ് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് സാക്ഷ്യം വഹിച്ചത്. സ്വന്തം സഹപാഠിയാൽ കൊല ചെയ്യപ്പെട്ട 14-കാരിയായ ദളിത് പെൺകുട്ടിയുടെ മരണം നമ്മുടെ കൗമാരപ്രായക്കാർക്കിടയിൽ വളർന്നുവരുന്ന അക്രമവാസനയിലേക്കും ക്രിമിനൽ ചിന്താഗതിയിലേക്കും വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു കൊല്ലപ്പെട്ട പെൺകുട്ടി. 2026 ജനുവരി 15 രാവിലെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയതായിരുന്നു അവൾ. എന്നാൽ വൈകുന്നേരം ഏറെ വൈകിട്ടും പെൺകുട്ടി വീട്ടിലെത്തിയില്ല. തുടർന്ന് വീട്ടുകാർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. കാണാതായി ഒരു ദിവസത്തിന് ശേഷം പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ഏകദേശം 17 കിലോമീറ്റർ അകലെയുള്ള മാണിയമ്പലം തൊടികപ്പുലം പുള്ളിപ്പാടം എന്ന വിജനമായ സ്ഥലത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ കൈകൾ കെട്ടിയിട്ട നിലയിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. ബാഗിലുണ്ടായിരുന്ന ഷാൾ ഉപയോഗിച്ചാണ് പെൺകുട്ടിയുടെ കൈകൾ ബന്ധിച്ചിരുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ പെൺകുട്ടി ക്രൂരമായ ശാരീരിക പീഡനത്തിന് ഇരയായതായും ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി. ഈ കേസിലെ പ്രതി പെൺകുട്ടി പഠിച്ചിരുന്ന അതേ സ്കൂളിലെ തന്നെ +2 വിദ്യാർത്ഥിയായ 16-കാരനാണ് എന്നതാണ് ഏറ്റവും വേദനാജനകമായ വസ്തുത. സംഭവസ്ഥലത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ നാട്ടുകാർ കണ്ടതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പ്രകാരമാണ് പ്രതി പെൺകുട്ടിയെ ആ വിജനമായ സ്ഥലത്തെത്തിച്ചതും കൊലപാതകം നടത്തിയതും. പ്രണയപകയാണോ അതോ മറ്റു കാരണങ്ങളാണോ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. നിയമപരമായ നടപടികൾക്കപ്പുറം നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കുറ്റവാളി എത്ര ചെറിയ പ്രായത്തിലുള്ള ആളാണെങ്കിലും നിയമത്തിന് മുന്നിൽ അർഹമായ ശിക്ഷ ലഭിക്കണം. എങ്കിൽ മാത്രമേ ഭാവിയിൽ ഇത്തരം ക്രൂരതകൾ ആവർത്തിക്കാതിരിക്കൂ. കരുവാരക്കുണ്ടിലെ ഈ വിദ്യാർത്ഥിനിയുടെ മരണം ഒരു നാടിന്റെ നോവായി അവശേഷിക്കുമ്പോൾ സമാനമായ ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ സമൂഹം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ഒരു ദൗത്യമായിരുന്നു നാസയുടെയും സ്പേസ് എക്സിന്റെയും ക്രൂ 11. ബഹിരാകാശ ദൗത്യങ്ങൾ പലപ്പോഴും ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും വേണ്ടിയാണെങ്കിൽ ക്രൂ 11 വാർത്തകളിൽ നിറഞ്ഞത് അവിടെ നടന്ന അപ്രതീക്ഷിതമായ ഒരു മെഡിക്കൽ എവാക്യൂഷന്റെ പേരിലാണ്. ബഹിരാകാശ നിലയത്തിൽ മാസങ്ങളോളം നീണ്ട പരീക്ഷണങ്ങൾക്കായി എത്തിയതായിരുന്നു ക്രൂ 11 അംഗങ്ങൾ. എന്നാൽ ദൗത്യത്തിനിടയിൽ ഒരു ബഹിരാകാശ സഞ്ചാരിക്ക് പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ നാസയെയും സ്പേസ് എക്സിനെയും പ്രതിസന്ധിയിലാക്കി. ബഹിരാകാശ നിലയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ഇത്തരമൊരു അടിയന്തര ഒഴിപ്പിക്കൽ നടപടി ആവശ്യമായി വന്നത്. കൃത്യസമയത്ത് മികച്ച വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി ഭൂമിയിലേക്ക് തിരികെ എത്തിക്കുക എന്നതായിരുന്നു ഏക പോംവഴി. അടിയന്തര സാഹചര്യം നേരിടുന്നതിനായി സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം സജ്ജമാക്കി. ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള മടക്കയാത്ര അതീവ ജാഗ്രതയോടെയാണ് ആസൂത്രണം ചെയ്തത്. രോഗബാധിതനായ സഞ്ചാരിയുടെ ആരോഗ്യനില തകരാറിലാകാത്ത വിധം പേടകത്തിനുള്ളിലെ മർദ്ദവും താപനിലയും ക്രമീകരിച്ചു. ആധുനിക ബഹിരാകാശ സാങ്കേതിക വിദ്യ എങ്ങനെ ഒരു സ്പേസ് ആംബുലൻസായി പ്രവർത്തിക്കാമെന്നതിനെ ലോകം സാക്ഷിയായി. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച പേടകം പാരാച്യൂട്ടുകളുടെ സഹായത്തോടെ കടലിൽ സുരക്ഷിതമായി ഇറങ്ങി. മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന രക്ഷാപ്രവർത്തക സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തി സഞ്ചാരികളെ പുറത്തെടുത്തു. വിദഗ്ധ ചികിത്സയ്ക്കായി രോഗബാധിതനായ സഞ്ചാരിയെ ഉടനടി ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റു അംഗങ്ങളും സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തി. ഈ സംഭവത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് അസുഖം ബാധിച്ചത് ഒരാൾക്ക് മാത്രമായിരുന്നിട്ടും 4 പേരും ഒരുമിച്ച് മടങ്ങി എന്നുള്ളതാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് നാസയുടെ ലൈഫ് ബോട്ട് പ്രോട്ടോകോളാണ്. ബഹിരാകാശ നിലയത്തിൽ അടിയന്തര സാഹചര്യമുണ്ടായാൽ യാത്രികർക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം അവർ സഞ്ചരിച്ചെത്തിയ പേടകമാണ്. ക്രൂ 11 അംഗങ്ങൾ എത്തിയ ഡ്രാഗൺ പേടകം അവിടെ ഉപേക്ഷിച്ചാൽ പിൽക്കാലത്ത് എന്തെങ്കിലും സാങ്കേതിക തകരാറോ അപകടമോ ഉണ്ടായാൽ ബാക്കിയുള്ള 3 പേർക്ക് ഭൂമിയിലേക്ക് മടങ്ങാൻ വാഹനമുണ്ടാവില്ല. ഈ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് മുഴുവൻ സംഘത്തെയും തിരികെ എത്തിച്ചത്. സീന കാട്ട്മാൻ, മൈക്ക് ഫിംഗെ, കിമിയ യുയി,
ഒലെഗ് പ്ലാറ്റാനോവ് എന്നിവരായിരുന്നു ഈ ദൗത്യ സംഘത്തിലുണ്ടായിരുന്നത്. ഇതിൽ ആർക്കാണ് അസുഖം ബാധിച്ചതെന്നോ എന്താണ് ആരോഗ്യ പ്രശ്നമെന്നോ നാസ വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് ബഹിരാകാശ നിലയത്തിന്റെ 25 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് മെഡിക്കൽ എമർജൻസി കാരണം ഒരു ദൗത്യം ഇത്തരത്തിൽ അവസാനിപ്പിക്കുന്നത്. രോഗബാധിതനായ അംഗം സുരക്ഷിതനാണെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ബഹിരാകാശത്തെ അപകടങ്ങളുമായി ബന്ധപ്പെട്ടതല്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഈ സംഭവം ബഹിരാകാശ യാത്രകളിലെ മെഡിക്കൽ വെല്ലുവിളികളെ വീണ്ടും ചർച്ചാ വിഷയമാക്കുന്നു. ഭാവിയിൽ ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ദീർഘദൂര യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ അടിയന്തര സാഹചര്യങ്ങളിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കേണ്ടതിന്റെ ആവശ്യകത ഇത് ഓർമ്മിപ്പിക്കുന്നു. ശാസ്ത്രീയ നേട്ടങ്ങളെക്കാൾ ഉപരിയായി മനുഷ്യജീവന് നൽകുന്ന വിലയാണ് ഈ പിൻവാങ്ങലിലൂടെ പ്രകടമാകുന്നത്. ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തങ്ങളുടെ ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന നാസയുടെയും സ്പേസ് എക്സിന്റെയും നടപടി പ്രശംസനീയമാണ്. ജീവിതം പെട്ടെന്നൊരു നിമിഷം നിലച്ചു പോകുമ്പോഴും മറ്റുള്ളവരിലൂടെ പുനർജനിക്കുക എന്നത് വലിയ പുണ്യമാണ്. കണ്ണൂർ പയ്യാവൂർ സ്വദേശിനിയായ അയോണ മോൻസൺ എന്ന 17-കാരിയുടെ വേർപാട് കേരളക്കരയെ നൊമ്പരപ്പെടുത്തുന്ന ഒന്നാണെങ്കിലും അവളുടെ മാതാപിതാക്കളെടുത്ത തീരുമാനം അക്ഷരാർത്ഥത്തിൽ മാനവികതയുടെ ഉദാത്തമായ അടയാളമായി മാറി. കേരളത്തിന്റെ അവയവദാന ചരിത്രത്തിൽ ആദ്യമായി ഒരു ആഭ്യന്തര വിമാന സർവീസിനെ ഇതിനായി പ്രയോജനപ്പെടുത്തിയെന്നത് ഈ സംഭവത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. പയ്യാവൂർ ഇരൂട്ട് സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായിരുന്നു അയോണ. കഴിഞ്ഞ തിങ്കളാഴ്ച സ്കൂളിലെത്തിയ അയോണ 3ാം നിലയിൽ നിന്നും താഴെ ബാസ്കറ്റ്ബോൾ കോർട്ടിലേക്ക് വീഴുകയായിരുന്നു. +2 പ്രാക്ടിക്കൽ പരീക്ഷകൾ തുടങ്ങാനിരിക്കെയായിരുന്നു ഈ ദാരുണ സംഭവം. വീഴ്ചയെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ അയോണയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഡോക്ടർമാരുടെ കഠിന ശ്രമങ്ങൾക്കിടയിലും ബുധനാഴ്ച രാത്രിയോടെ അയോണയുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മുൻപന്തിയിലായിരുന്ന ഒരു പെൺകുട്ടി എന്തിനെ ഇത്തരമൊരു തീരുമാനമെടുത്തു എന്നത് ഇന്നും സമൂഹത്തിന് ചോദ്യചിഹ്നമാണ്. അമ്മ വിദേശത്തേക്ക് ജോലിക്ക് പോകാനൊരുങ്ങുന്നതിലുള്ള കടുത്ത മാനസിക വിഷമമാണ് ഈ കടുംകൈക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഏക മകളുടെ വേർപാടിൽ തകർന്നുപോയ മാതാപിതാക്കളായ മോൻസനും അനിതയും ആ വലിയ ദുഃഖത്തിനിടയിലും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചമേകാൻ തീരുമാനിക്കുകയായിരുന്നു. അയോണയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം സന്നദ്ധരായതോടെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു. സാധാരണഗതിയിൽ ഹെലികോപ്റ്ററോ ആംബുലൻസോ ആണ് ഇതിനായി ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ കേരളത്തിൽ ആദ്യമായി ഒരു പൊതുവിമാന സർവീസ് അവയവ കൈമാറ്റത്തിനായി ഉപയോഗിച്ചു. അയോണയുടെ ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രോഗിക്കായി എത്തിക്കേണ്ടതായിരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ പ്രത്യേക മെഡിക്കൽ ബോക്സിൽ വൃക്ക എത്തിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വെറും 18 മിനിറ്റ് കൊണ്ട് ഗ്രീൻ കോറിഡോർ സംവിധാനത്തിലൂടെ പോലീസ് കാവലിൽ ഇത് ആശുപത്രിയിൽ എത്തിച്ചു. അയോണയുടെ അവയവങ്ങൾ 4 പേർക്കാണ് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ തുണയായത്. ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രോഗിക്കും മറ്റൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രോഗിക്കും നൽകി. കരൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ രോഗിക്ക് കൈമാറി. കണ്ണുകൾ തലശ്ശേരി കണ്ണാശുപത്രിയിലേക്ക് നൽകി. ഇങ്ങനെ 4 പേരിലൂടെ അയോണ ഇന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഏകോപനത്തിൽ ആരോഗ്യവകുപ്പും മൃതസഞ്ജീവനി അധികൃതരും പോലീസും വിമാനത്താവള ജീവനക്കാരും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ ദൗത്യം വിജയകരമായത്. വിമാനത്തിൽ അവയവം കൊണ്ടുപോകുന്നതിനായുള്ള സാങ്കേതിക തടസ്സങ്ങൾ നീക്കാൻ ഇൻഡിഗോ അധികൃതരും വലിയ സഹകരണം നൽകി. അയോണയുടെ മരണം ഒരു കുടുംബത്തിന്റെ മാത്രം നഷ്ടമല്ല, മറിച്ച് ഒരു നാടിന്റെയാകെ വേദനയാണ്. എന്നാൽ ആ വേദനയെ അതിജീവിച്ച് അവയവദാനത്തിന് തയ്യാറായ അവളുടെ മാതാപിതാക്കൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. മരണത്തിനപ്പുറവും സ്നേഹവും കരുണയും പകർന്നു നൽകാൻ കഴിയുമെന്ന് അയോണ നമുക്ക് കാണിച്ചു തരുന്നു. കേരളത്തിന്റെ മെഡിക്കൽ രംഗത്തെ ഈ പുതിയ ചുവടുവെപ്പ് വരും കാലങ്ങളിൽ കൂടുതൽ ജീവനുകൾ രക്ഷിക്കാൻ പ്രചോദനമാകും എന്നതിൽ സംശയമില്ല. കേരള രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായ കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിലനിന്നിരുന്ന മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്ക് തിരശ്ശീല വീണിരിക്കുകയാണ്. UDF പ്രവേശനം എന്നത് ഒരു തുറക്കാത്ത പുസ്തകമാണെന്ന ജോസ് കെ മാണിയുടെ പരാമർശം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. അല്ലല്ല, കേരള കോൺഗ്രസ് എവിടെയുണ്ടോ ഭരണമുണ്ട് എന്ന് പറഞ്ഞ് താങ്കൾ അവിടം വരെ പറഞ്ഞത് കറക്റ്റാണ്. അതിനുശേഷം പറഞ്ഞ ഒരു വാക്കുകൂടി ഉണ്ട്, അത് നിങ്ങൾ വിട്ടു. ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസ് അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്, ആ ഇടതുപക്ഷമാണ് ഭരണത്തിൽ വരുന്നതെന്നും പറഞ്ഞു. അതിനകത്ത് തീർച്ചയായിട്ടും ഞാൻ അതങ്ങനെ തന്നെ കരുതുകയാണ്. കാരണം ഒരു ഘട്ടത്തിൽ പോലും ഈ അജണ്ട ഞങ്ങൾ തുറന്നിട്ടില്ല. ഞങ്ങളെ ആരെങ്കിലും സ്വീകരിക്കുന്നു വരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ ആക്ഷേപിച്ച് പറയാൻ, ഞാൻ എൻ്റെ ഒരു ഭാഷ നോക്ക്, ഞാൻ എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ ആരെയും ആക്ഷേപിച്ച് പറയാറുണ്ടോ?
ഞാൻ ആക്ഷേപിച്ച് പറയാറില്ലല്ലോ. ഉത്തരങ്ങൾ കൊടുക്കും, വ്യക്തമായ വാക്കുകളിൽ ഞാൻ ഉത്തരങ്ങൾ കൊടുക്കും. പക്ഷേ അതിനുശേഷം ഞാൻ ഇന്നയാളെ കണ്ടു, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ആശുപത്രിയിൽ ICUവിൽ കിടക്കുന്ന, ക്രിട്ടിക്കലായി കിടക്കുന്ന ഒരു എൻ്റെ പിതാവിൻ്റെ സുഹൃത്തുമായ ഗൾഫിൽ പോയി 2 ദിവസത്തേക്ക് ഞാനിവിടെ പറഞ്ഞിട്ടാണ് പോയത്. എൻ്റെ 5 MLA-മാരും അവിടെ ഈ പറയുന്ന പരിപാടിക്ക് പോയി. അവിടെ CPM-നോ ഇടതുപക്ഷത്തിനോ ഒരു പരാതിയില്ല. പിന്നെ ആർക്കാ ഈ പരാതി? എന്നെ കണ്ടില്ല, ഞാൻ പോയില്ല. അത് ശരിയാണോ? അതങ്ങനെ വളച്ചൊടിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് എന്താണ്, ആ സംശയം കൊണ്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ട് വെക്കും. മുന്നോട്ട് കൊണ്ട് വെച്ചിട്ട് ഞങ്ങളുടെ ഈ ജനങ്ങൾക്കിടയ്ക്ക് സംശയം കൊണ്ടുവന്ന് എത്തിക്കുക, അത് ഒരിക്കലും ശരിയായില്ല എന്നുള്ളതാണ്. അത് ആരാകട്ടെ ചെയ്തത്, മാധ്യമങ്ങളുണ്ട്, അതിൻ്റെ പിന്നിൽ വേറെ വല്ലവരും കാണും, ചെയ്തിട്ടുണ്ട്, ശരിയായില്ല. ഞാൻ തിരുവനന്തപുരം ആയിരിക്കും, കോഴിക്കോടായിരിക്കും, എനിക്കറിഞ്ഞു. അല്ല, ഞാൻ ചോദിച്ചത് CPM-ൻ്റെ അവിടെയുള്ള മന്ത്രിമാരുടെ സ്റ്റാഫ് അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് എന്ത് പ്രയോജനം അവർക്ക്? ഞങ്ങളെ അപ്പുറത്തോട്ട് വിടാനോ? അല്ലല്ല, ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ പറയുകയാണ്, ഞങ്ങൾ UDF-ലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ 5 MLA-മാരും കേരള കോൺഗ്രസിനോടൊപ്പം ഉണ്ടാവും. പക്ഷേ ഒരിക്കലും പോവില്ല, ഞങ്ങളുടെ ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ഇവിടെ ഇരുന്ന് ചോദിച്ചു, അത് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ തിരുത്തി പറയാന്നുള്ളതാണ്. അതൊക്കെ ഞങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങളുടെ പാർട്ടിക്ക്, ഞങ്ങളുടെ പ്രവർത്തകർക്ക്, ഞങ്ങളുടെ വിശ്വാസം, ഇത്രയും ആൾക്കാർ ഇവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ലീഡേഴ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ ക്രീം ഓഫ് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അവർക്ക് സംശയമില്ലല്ലോ. പിന്നെ എന്താ, 13 സീറ്റല്ല, അതിൽ കൂടുതൽ 1 2 കൂടുതൽ ലഭിക്കണമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ചർച്ച വന്നു. ആവശ്യപ്പെടും, പക്ഷേ നമുക്ക് ലഭിക്കണോ ഇല്ലോ എന്ന് നമുക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും ആവശ്യം. അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഞാൻ മത്സരിക്കണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പാർട്ടിയല്ല തീരുമാനിക്കട്ടെ. ഇന്ന് ഞങ്ങൾ ചോദിച്ചു, ഓരോ ജില്ലാ പ്രസിഡന്റുമാരോട് ചോദിച്ചു, ഏത് സീറ്റാണ് ഓരോ ജില്ലയിൽ വേണ്ടത്. ചില ജില്ലകളിൽ വേണ്ട എന്ന് പറഞ്ഞു, കാരണം വിജയസാധ്യത കുറവായിരിക്കും. മറ്റു ജില്ലകളിൽ വേണം. മറ്റു ജില്ലകളിൽ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ആ സീറ്റ് ഞങ്ങൾക്ക് തന്നാൽ ജയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പാലക്കാട് വളരെ ശക്തമായിട്ട് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയത്, ജില്ലാ പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നു, ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ജയിച്ചേനെ. ഇഞ്ചി കുശലൻ ഇഞ്ചി പോയോ? അവിടെയുണ്ട്. അത് അല്ല, അത് സ്വീകാര്യതയുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. സ്വീകാര്യത നമ്മൾ ചുമ്മാ വെറുതെ ഒരു കൈപ്പുണ്ടാക്കുകയല്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളല്ല, ഇതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ. ഞങ്ങളിതൊക്കെ ഇടപെടുമ്പോഴും വെറുതെ ഒരു വിഷയം പറഞ്ഞിട്ട് ഞങ്ങൾ പോവല്ലോ. ആ വിഷയത്തിൻ്റെ പുറകെ നിന്ന് അതിനൊരു പരിഹാരം കാണുന്നത് വരെയല്ലേ. അല്ലാതെ ഒരു സമരം നടത്തി പോവുകയാണോ ചെയ്തത്? എവിടെയെങ്കിലും റബ്ബറിൻ്റെ ഒരു സമരം നടത്തി പോവുകയാണോ ചെയ്തത്? കടൽക്കരത്തെ സമരം നടത്തി പോവുകയാണ്. അതിന് പരിഹാര മാർഗം കൂടിയാണ് ചെയ്തിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനത് തുറന്നു പറയുകയല്ലേ, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ പെർഫോമൻസ് നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ട്. അത് LDF-ഉം പുറകോട്ട് പോയിട്ടുണ്ട്, അത് ശരിയല്ലേ. പക്ഷേ ഇപ്പോഴും ജില്ലാ പഞ്ചായത്ത് എടുക്കുമ്പോൾ 7 നിൽക്കുന്നത്. 7 ജില്ല അപ്പുറത്തും 7 ജില്ല ഇപ്പുറത്താണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോട്ടയം ഇപ്പോൾ ഏറ്റവും അവസാനം സംസാരിക്കാൻ പോകുന്നത് പാലായെ പറ്റിയാണ്. ഇത് പാലായിൽ ഞാൻ മുഴുവൻ പറഞ്ഞില്ല. പാലാ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം 44 ഗ്രാമപഞ്ചായത്തിലാണ് ഞങ്ങൾ ജയിച്ചത്. ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ പറയുമ്പോഴും ആൻറ്റി ഇൻകമൻസി സ്വാഭാവികമായിട്ട് കുറച്ച് വരും. 47 സീറ്റ് ഞങ്ങൾ ഈ പ്രാവശ്യം ജയിച്ചു. ജില്ലാ പഞ്ചായത്തിൽ കോട്ടയം ജില്ലയിൽ ഞങ്ങൾ 5 എണ്ണമാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ജയിച്ചത് 4 എണ്ണമാണ്. അതിൽ ഒരെണ്ണം അത് ഇലക്ഷൻ കേസിലേക്ക് പോയിരിക്കുക. ഒരെണ്ണം 130 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അതെ, കാഞ്ഞിരപ്പള്ളി ഇവിടെ ഇരിക്കുന്നത്. അത് കൗണ്ട് ചെയ്ത തെറ്റുണ്ടായിരുന്നു. അതുമാത്രമല്ല, പാലായിൽ കഴിഞ്ഞ പ്രാവശ്യം പാലാ മേഖലയുള്ള നിയമസഭാ മണ്ഡലത്തിൽ 3 എണ്ണമായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ ജയിച്ചത്. എന്ന് പറഞ്ഞാൽ കയറി ഇറങ്ങുന്ന ആ ബ്ലോക്കിൽ 3 ഞങ്ങൾ ഈ പ്രാവശ്യം ജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ ഇച്ചിരി പുറകോട്ട് പോയി. ഇപ്പോൾ കടുത്തുരുത്തി പറയും, ഞങ്ങൾ 2128 പാലാ നിയമസഭാ മണ്ഡലത്തിൽ വോട്ടിന് മുന്നിലാണ്. കടുത്തുരുത്തിയിൽ പറഞ്ഞു, കടുത്തുരുത്തി ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ പരാജയപ്പെട്ടു. പക്ഷേ ഗ്രാമപഞ്ചായത്തുകൾ എടുത്തു നോക്കുമ്പോൾ 3300 വോട്ട് ഞങ്ങൾ പുറകോട്ടാണ്. പക്ഷെ ഒരു പഞ്ചായത്തിൽ, മാഞ്ഞൂർ പഞ്ചായത്തിൽ ഞങ്ങൾ 3000 വോട്ട് പുറകോട്ട് പോയി. ബാക്കി പോയത് 1 2 സ്ഥലത്ത് പോയതാ. അപ്പം ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എവിടെയാ? മാഞ്ഞൂർ പഞ്ചായത്തിൽ. ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കിയതോടെ UDF നേതൃത്വവും തങ്ങളുടെ നിലപാട് കടുപ്പിച്ചു. താൽപര്യമുള്ളവർ അറിയിച്ചാൽ മാത്രം ചർച്ച എന്ന നിലപാടിലാണ് കോൺഗ്രസ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും സമാനമായ രീതിയിലാണ് പ്രതികരിച്ചത്. മാധ്യമങ്ങൾ സൃഷ്ടിച്ച അഭ്യൂഹങ്ങളാണ് ഇതെന്നും ഔദ്യോഗികമായ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുൻപ് സൂചിപ്പിച്ച രാഷ്ട്രീയ വിസ്മയങ്ങൾ ജോസ് കെ മാണിയുടെ മടങ്ങിവരവാണെന്ന് കരുതിയിരുന്നവർക്ക് ഈ പുതിയ നീക്കം തിരിച്ചടിയായി. ജോസ് കെ മാണി വിഭാഗം മടങ്ങിയെത്തുന്നത് യു.ഡി.എഫിലെ ചില ഘടകകക്ഷികൾക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു. മാണി സി കാപ്പന്റെ നേതൃത്വത്തിലുള്ള കേരള ഡെമോക്രാറ്റിക് പാർട്ടി പാലാ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ചു. അതുപോലെ തന്നെ യു.ഡി.എഫിലെ പി.ജെ. ജോസഫ് വിഭാഗവും ജോസ് കെ മാണിയുടെ മടക്കത്തോട് പൂർണ്ണമായി യോജിച്ചിരുന്നില്ല. സീറ്റ് വിഭജനത്തിൽ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിവരുമെന്ന ഭയമായിരുന്നു ഇതിന് പിന്നിൽ. എൽ.ഡി.എഫിൽ തുടരുമെന്ന് പ്രഖ്യാപിച്ചതിനോടൊപ്പം തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റുകൾ എന്ന അവകാശവാദവും കേരള കോൺഗ്രസ് എം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 12 സീറ്റുകളിൽ മത്സരിച്ച പാർട്ടി ഇത്തവണ ഒരു സീറ്റ് അധികം ചോദിക്കുന്നത് മുന്നണിക്കുള്ളിൽ ചെറിയ അസ്വസ്ഥതകൾക്ക് കാരണമായിട്ടുണ്ട്. CPM-ഉം CPI-യും ഈ ആവശ്യത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും. അതേസമയം കേരള കോൺഗ്രസ് എം യു.ഡി.എഫിലേക്ക് മടങ്ങുന്നു എന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ ആ പാർട്ടിയുടെ നിലപാടുകൾ തങ്ങളെ ബാധിക്കില്ലെന്നും മുന്നണി മാറ്റങ്ങളിൽ അമിത പ്രതീക്ഷയില്ലെന്നും P.K. കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ തികഞ്ഞ കോൺഫിഡൻസിലാണ്. ഞങ്ങളുടെ കോൺഫിഡൻസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തുടർച്ചയായ വിജയങ്ങളാണ്. ഉപതെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ് ബാക്കിയിരിക്കെ നടന്ന ഞങ്ങൾക്ക് ഏറ്റവും പ്രതികൂലമാവേണ്ടിയിരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അത്രയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേരള കോൺഗ്രസിൻ്റെ കാര്യം ചോദിക്കുന്നു. അല്ല, എനിക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊരു തുടക്കമുണ്ടെങ്കിൽ എനിക്കൊരു തുടക്കമുണ്ട്. കേരള കോൺഗ്രസിൻ്റെ കാര്യം ചോദിക്കുന്നു. ശരിയാണ്, ചോദ്യം പ്രസക്തമാണ്. ഇന്നലെ സംഭവിച്ചതല്ലേ? എന്താ സംഭവിച്ചത്? കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പൊതുനിലപാടെടുത്തിരുന്നു. ആശയപരമായി യോജിക്കുന്ന കക്ഷികൾക്കും വ്യക്തികൾക്കും അതുപോലെ തന്നെ പൊതുരംഗത്തുള്ള സോഷ്യൽ ഗ്രൂപ്പുകൾക്കൊക്കെ UDF-ആയിട്ട് സഹകരിക്കാം എന്നുള്ളത്. ചിലരൊക്കെ ഇതിനിടക്ക് സഹകരിക്കുകയും ചെയ്തു. ഇപ്പോഴും ആ സഹകരണം തുടരുന്നുണ്ട്. ആ കൂട്ടത്തിൽ കേരള കോൺഗ്രസിൻ്റെ കാര്യം ചർച്ചയായി. സ്വാഭാവികം, മീഡിയ ചർച്ചയാക്കി എന്ന് ഞാൻ പറയുന്നില്ല, ചർച്ചയായി. ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ കേരള കോൺഗ്രസിൻ്റെ കാര്യം ഞങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ അത് വേറെ മുന്നണിയിലിരിക്കുന്ന കക്ഷിയല്ലേ, അതുകൊണ്ട് അവർ തീരുമാനിക്കുമ്പോഴല്ലാതെ അതുണ്ടാവോ എന്നല്ലാതെ ഒരു പദം ഞാനും പറഞ്ഞിട്ടില്ല. മീഡിയ തന്നെ ചോദിക്കും, നിങ്ങളോട് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണത്. നിങ്ങൾ UDF അല്ല, കേരളത്തിൽ ചർച്ചയായി. ചർച്ചയായി. കാരണം വെച്ചാൽ കേരള കോൺഗ്രസ് അവരുടെ മേഖലയിലൊക്കെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റു. പറയട്ടെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റു. അപ്പോൾ ഇനി അവരിടത് മുന്നണിയിൽ നിൽക്കുമോ എന്നുള്ള ചർച്ച ആയി. ആരാ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞങ്ങളല്ല. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ ജയിച്ചിരിക്കുന്നവർ പിന്നെ ചർച്ച ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഞങ്ങൾ അങ്ങനെയല്ല. അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗിനെ അറിയിക്കുന്ന സീറ്റുകൾ എന്ത് എന്നുള്ളതൊക്കെ പിന്നെ ഞങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന അർത്ഥത്തിൽ, നിങ്ങൾ ആക്കി തീർക്കാൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ അല്ല അത് നടക്കുക. മനസ്സിലായില്ലേ? ഞങ്ങൾ വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ ചർച്ചകൾ നടക്കും. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.